89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വിഷു ദിനമായ ഇന്ന് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിലുള്ളത് ഒരു കലക്കൻ ആളാണ്. കലക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചുപൊളിപ്പാട്ട് വേണോ, അല്ലെങ്കിൽ മെലഡി വേണോ, അല്ലെങ്കിൽ ഭക്തിഗാനം വേണോ, എന്ത് വേണമെങ്കിലും പാടുന്ന തുറന്ന തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ ഓപ്പൺ ത്രോട്ടിന് പേര് കേട്ടിട്ടുള്ള കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി നമസ്കാരം. ഹലോ നമസ്കാരം. നമസ്കാരം കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമയാണ് മലയാളിക്ക്. ചേച്ചി, അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇന്ന് വിഷുദിനമാണ്. വിഷുദിനത്തിലെ പ്രധാനപ്പെട്ട സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? അടിപൊളി ഹാപ്പി വിഷു അല്ലേ. വിഷു വരുമ്പോ വിഷുക്കണി, പിന്നെ വിഷുക്കൈ നീട്ടം, പിന്നെ വിഷു പാട്ടുകൾ, വിഷു സദ്യ എല്ലാം നല്ലേ. പിന്നെ വിഷുക്കഞ്ഞി എന്നും പറയും, അത് കേട്ടിട്ടു. അത് ഇവിടെ വയ്ക്കാറില്ലേ? വിഷുക്കഞ്ഞി, വിഷുക്കട്ട, വിഷുക്കട്ടയുണ്ടല്ലേ. അങ്ങനെ പല സംഭവങ്ങൾ. ചേച്ചി, അപ്പൊ ഇന്ന് വിഷുദിനമായിട്ടെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപാടികൾ? ഇന്ന് റെക്കോർഡിംഗ് ഉണ്ട് തമിഴ് സിനിമയുടെ. എവിടെയാ പോണ്ടേ? എറണാകുളത്ത് പോയാൽ മതി. അപ്പൊ പിന്നെ നമ്മൾ ഈ സംസാരമൊക്കെ വിഷയമില്ല, അങ്ങനത്തെ വിഷയങ്ങളില്ല. വിഷു അടിപൊളിയല്ലേ, എന്നാ സൂപ്പറല്ലേ. അപ്പൊ ചേച്ചി, എങ്ങനെയാണ് വീട്ടിലെ വിഷു ആഘോഷം പൊതുവെ എങ്ങനെയാണ് നടക്കുന്നത്? വീട്ടിലുണ്ടാകാറില്ല ശരിക്കും പറഞ്ഞാൽ. വിഷുവിന് സാധാരണ പ്രോഗ്രാമിന് പോകും പണ്ട്. പിന്നെ കണി വെക്കുക എന്നുള്ള അതൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യാറില്ല, ടൈം കിട്ടാറില്ല. അപ്പൊ അത് കാരണം അങ്ങനത്തെ ഒന്നും ഇല്ല. അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. രാത്രിയാകുമ്പം ഈ വിഷു പിന്നെ പാട്ട് പാടി വരും, കണി കാണുന്നവരൊക്കെ പാടി വരുന്ന ഒരു കാലഘട്ടം എന്നായിരുന്നു. കസിൻസ് ഒക്കെ വരുമോ? കസിൻസ് ഒക്കെ വരും, എന്നാ രസമാ. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പൊ കസിൻസ് ഒക്കെ വരാറുണ്ടോ? ഇപ്പോഴും വരാറുണ്ട് കേട്ടോ. ഞങ്ങളില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ഉണ്ടെന്ന് ഒന്ന് വിളിക്കും, വിജി ചേച്ചി അവിടെ ഉണ്ടോന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ സെറ്റാണ്. സെറ്റാ. കൂടുതൽ വിശേഷങ്ങൾ നമ്മളിങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുക. വിഷുദിന സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെയുള്ളത് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ചേച്ചി, നമ്മളെ ഇങ്ങനെ വിഷുവിനെ കുറിച്ച് സംസാരിച്ചിങ്ങനെ വരുമായിരുന്നു. അപ്പോ വിഷുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ? വിട്ടുപോയി. വിഷു പടക്കം, കമ്പിത്തിരി, പൂത്തിരി. എന്റെ അമ്മോ, അത് പറയാൻ മറന്നുപോയി. എന്താണ് പറയാൻ മറന്നുപോയത്? പടക്കം എനിക്ക് പേടിയാ. ഇതൊക്കെ എനിക്ക് പേടിയുള്ള സംഭവം വിട്ടുപോയത്. പണ്ട് മുതലേ എനിക്കത് പേടിയാണ്, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാറില്ല അല്ലെ. അതാണ് കാര്യം. എന്റെ അമ്മോ, രാവിലെ ഉണ്ടല്ലോ മറ്റേ ഇവിടെ തൊട്ടയിലൊക്കത്ത് കസിൻ രാവിലെ പടക്കം പൊട്ടിച്ച് എന്നെ ഉണർത്തുന്നത്. രാവിലെ 6:30 തുടങ്ങും. ഒരു ഞെട്ടലാണ്. ഇപ്പൊ എണീക്കും ഞാൻ. ഇത്തവണ അങ്ങനെ ആയിരിക്കും. സൂപ്പർ സൂപ്പർ. ചേച്ചി, ഇനിയിപ്പോ നമ്മൾ ഈ സിനിമയിൽ പാടുന്ന ആദ്യ പാട്ടിന് തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയ ഒരാളാണ്. കാറ്റേ കാറ്റേ എന്നുള്ള പാട്ടിന് സ്പെഷ്യൽ ജൂറി പരാമർശം കിട്ടിയ ഒരാളാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് ആദ്യം തന്നെ കിട്ടിയതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അതിന്റെ കൂടെ ഇതിൽ പരം ഒരു വലിയ തുടക്കം ഇനി സ്വപ്നങ്ങളിൽ മാത്രം. അത്രേ ഉള്ളൂ. അതാണ് ഇതിൽ പരം തുടക്കം വേറെ ഉണ്ടോ? വേറെ വേണ്ടല്ലോ. ദാസേട്ടൻ വരെ എന്നോട് പറഞ്ഞു, ദാസേട്ടനൊക്കെ 25 വർഷം പാടിയിട്ടാണ് അവാർഡ് ഇടുന്നത്. നിനക്ക് ആദ്യം തന്നെ അടിച്ചല്ലോ, ഇനി എന്തൊരു ഭാഗ്യമാന്നൊക്കെ, എന്ത് വേണം ഇനി എന്നൊക്കെ ചോദിച്ചു. ആ പാടിന് 2 വരി ആയാലോ? ആയിക്കോട്ടെ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലി പൂങ്കദളി വാഴ പൂക്കളിൽ ആകത്തെ നിറഞ്ഞോ, ആകത്തെ നിറഞ്ഞോ, ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണി തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. സൂപ്പർ. അല്ല, ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നറിന്റെ അടുത്ത് സൂപ്പർ എന്ന് പറയുമ്പോൾ ഉള്ള എനിക്കൊരു ചമ്പലുണ്ട്. അതായത് അങ്ങനെ വിചാരിക്കണ്ടല്ലേ? എന്നത്തിന് അങ്ങനെ വിചാരിക്കണം, കഴിവുള്ളൂ. കാരണം ഓൾറെഡി സൂപ്പറായിട്ട് പാടിയോണ്ടാണല്ലോ പല അവാർഡുകളും. നമ്മളിപ്പോ ചേച്ചിയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, ചേച്ചിയുടെ വീട്ടിലേക്ക് ഏതൊരു അതിഥി വന്നിട്ടുണ്ടെങ്കിലും കാണാൻ കഴിയുന്നത് ചേച്ചിയുടെ ചിരിയും അതിന്റെ കൂടെ ഒരുപാട് ട്രോഫികളുമാണ് അല്ലേ? അപ്പൊ അത്രയൊക്കെ പാടിയ ഒരാളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് സൂപ്പർ എന്ന് പറയാന്നുള്ളൊരു ചെറിയൊരു വൈക്ലഭ്യം, അതൊന്നും വേണ്ട. അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങൾ ഒരുപാട് നമ്മൾ ഇനിയും ചോദിക്കുന്നുണ്ട്. ആ വിശേഷങ്ങൾക്ക് തൊട്ട് മുന്നിൽ നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത് കാറ്റേ കാറ്റേ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് അവാർഡ് പാട്ട് തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുക. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. ഒരുപാട് പാട്ടുകൾ
പാടുകയും ആ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാക്കുകയും ചെയ്ത, ഇനിയും അല്ലെങ്കിൽ ഇപ്പോഴും സൂപ്പർ ഹിറ്റുകൾ പാടിക്കൊണ്ടിരിക്കുന്ന, വേദികൾ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പം എൻ്റെ കൂടെ ഒരു സ്വപ്ന സുന്ദരി തന്നെയാണുള്ളത്. വൈക്കം വിജയലക്ഷ്മി ചേച്ചി ഉണ്ട്. ചേച്ചി വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടാണ്. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ തേടി വന്ന ഒരാളാണ് അല്ലേ? അപ്പൊ ഈ ഭാഗ്യങ്ങളുടെ കൂടെ എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതിന് മുന്നേ ഞാൻ പറയാൻ പോകുന്ന കീരവാണി സാറിൻ്റെ അടുത്ത് ചെല്ലുകയും സാറിൻ്റെ അടുത്ത് ചെന്ന പാട്ട് പഠിച്ചതും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാമോ ചേച്ചി? പിന്നെ നല്ല സുഖമായിരുന്നു. ഹൈദരാബാദിൽ പോയിട്ട് പാട്ട് 4 വരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ് അപ്പം തന്നെ റെക്കോർഡ് ചെയ്യുക, അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അങ്ങനെയായിരുന്നു. അന്നേരം തന്നെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർത്തു. അപ്പോൾ സാറിന് സന്തോഷമായി, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പാടിയപ്പോഴേ ശരിക്കും 5 മിനിറ്റ് പോലും ആയില്ലെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് അത് പാടി തീർത്തല്ലേ? അതെ. എന്നിട്ട് പിന്നെ മലയാളവും തമിഴും ഒക്കെ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെയായിരുന്നു. മലയാളവും മങ്കം ഗോപാലകൃഷ്ണൻ സാറാണ് എഴുതിയത്. അപ്പം അതിനകത്ത് തന്നെ താനെ ചുമന്നുകൊണ്ട് ലിംഗം, അയ്യോ ഒരു സുഖമില്ല, അതൊരു സ്റ്റാൻഡേർഡ് പോരില്ല. അപ്പം എനിക്ക് തോന്നി അത് എന്നിട്ട് ഒരു താളത്തിലേ എന്തോ ഒരു തോന്നി. അപ്പം ഞാൻ എന്നിട്ട് ശിവലിംഗം കൂടെ ചേർത്ത്, തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു. അപ്പൊ സാറിന് സന്തോഷമായി, കൊള്ളാലോ, അങ്ങനെയായിരുന്നു. അല്ല, മങ്കം ഗോപാലകൃഷ്ണൻ സാറൊക്കെ ഒരു കൊള്ളാലോ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ പറഞ്ഞ പോലെ വേറൊരു ധമാക്കയാണ്, വേറൊരു ലെവലാണ്. അതെ, തിരക്കും എല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. അടിപൊളി. ചേച്ചി, ഇനിയിപ്പോഴേ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇലക്ഷൻ എന്തായാലും നടക്കാൻ പോവാണ്, അതായത് നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ, അതുമായിട്ട് ചേച്ചിയുടെ എന്തെങ്കിലും സ്പെഷ്യൽസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനാണോ കാത്തിരിക്കുന്നത്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വോട്ട് ചെയ്യാനും കാത്തിരിക്കേണ്ടത്. പാട്ടുകൾ പാടിയായിരുന്നു. ഹാരിഫ് സാറിനെ കുറിച്ചും കേന്ദ്രമന്ത്രി മുരളീധരൻ സാറിനെ കുറിച്ചും പാടിയായിരുന്നു. 2 പാട്ടാണ് പാടാൻ പറ്റിയത് അല്ലേ? അടിപൊളി. ചേച്ചി, ഇനിയിപ്പോ നമ്മളുടെ ആ ഒരു ആര്യവനോ ആ ഒരു പാട്ടില്ലേ, ബാഹുബലിയിലെ ആ ഒരു പാട്ടിനെ 2 വരി പാടിയിട്ട് നമുക്ക് ആ പാട്ടും കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് കുറച്ചു കഴിയുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് ആയിക്കോട്ടെ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലേ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ, ആരാരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല, ഗംഗയെത്താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു. സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോവാണ്. ഇനിയിപ്പോ സർഗക്ഷേത്ര 89.6 FM-ലൂടെ SK ഹോട്ട്സ്പോട്ട്, അതും വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM, സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി ചേച്ചി, നമ്മള് കീരവാണി സാറിന്റെ കാര്യം പറഞ്ഞു, പിന്നെ സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു. ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് വിജയലക്ഷ്മി ചേച്ചി എന്നുള്ള ആ ഒരു മനുഷ്യന്റെ കാര്യം കൂടി നമുക്ക് പറയാൻ എന്നുള്ള ആഗ്രഹമുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ് വിജയലക്ഷ്മി ചേച്ചി. അതായത് ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ സന്ദർഭം, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്നു പറയാം. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വന്നത്? ഇത്ര നാള് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അങ്ങനെ എത്തിയത്? പ്രാക്ടീസ് ഒന്നുമില്ല, കൊച്ചിലെ മുതലേ എനിക്ക് അങ്ങനെ തുറന്നു പറയണം, പറഞ്ഞില്ലേ ഉറക്കം വരികയാണ്. പറയാനുള്ള കാര്യം പറഞ്ഞത് ഇപ്പൊ എവിടെയാണെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ വിടും. അങ്ങനത്തെ ഒരു സന്ദർഭം, അതായത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കാത്ത, അല്ലെങ്കിൽ ആളുകൾ കേട്ടാൽ കുഴപ്പമില്ല എന്നുള്ള എന്തെങ്കിലും ഒരു സന്ദർഭം ഷെയർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ അടുത്ത്? ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ആരാന്ന് ചോദിക്കുന്നത്, ഇപ്പം എന്റെ സൗണ്ട് കേട്ടോ, ഞാൻ സൗണ്ട് കേട്ടു, ഞാൻ ആരാ, ഞാൻ പറഞ്ഞു ഇവിടെ പോയി എന്തോ ഒരു സൗണ്ട് കേൾക്കണം, ഞാൻ ആരാന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചോദിക്കുന്നത്. നമ്മളപ്പോ തന്നെ പ്രതികരിക്കും. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന്. പിന്നെ മിനിയാന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി. പരിപാടിക്ക് എന്താ വിജയലക്ഷ്മി ഉണങ്ങിപ്പോയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ചൂടല്ല, അതുകൊണ്ടാന്ന്. അന്നേരം നല്ലൊരു സാധനമുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് ഒരു ദേഷ്യവും ഇല്ല, എങ്കിലും ഒരു തമാശയുണ്ട്. ശരിയാണ്, വെയിലത്ത് ഉള്ള ആളുകളല്ല എന്തും ഉണങ്ങുന്നതല്ലേ? അതാണ് കൗണ്ടർ. എന്തായാലും ചേച്ചി അതുപോലെ തന്നെ ഇപ്പൊ തുറന്നു പറയാനായിട്ട് മടിയുള്ള ആളുകളോട് ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, ഇപ്പൊ തമാശ രൂപേണ അവതരിപ്പിക്കാന്ന് പറഞ്ഞ പോലെ എന്താണ് അവർക്ക് കൊടുക്കാനായിട്ടൊരു ഉപദേശം? തുറന്ന് നിങ്ങൾ പറയും, പക്ഷെ ഈ കാര്യം ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്ന് പറയുമ്പോ എന്താ പറയാൻ തോന്നുന്നത്? ഉള്ള കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു, പറ്റില്ലെങ്കിൽ പറ്റിയെന്ന് പറയുക. അല്ലാണ്ട് ചിലർ തുറന്നു പറഞ്ഞാൽ അവരെന്നാ വിചാരിക്കും, ഇവരെന്ത് വിചാരിച്ചെന്താ തുറന്നു പറയും, പറഞ്ഞെന്താ കുഴപ്പം, എന്ത് വിചാരിച്ചാൽ നമുക്ക് തന്നെ നമുക്ക് പറയണം. അത് തന്നെ, അങ്ങനെ കൂടുതൽ പാവമായിട്ടിരുന്നിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ചുമ്മാ ഒരു നമുക്ക് പറയാനുള്ള പറഞ്ഞിരിക്കണം.
അയ്യോ അങ്ങനെ പറയരുത്, ആന കുതിര, എനിക്ക് അങ്ങനെ പറയണ ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയൂന്ന്. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന. സേതുവാണ് കൂടെ. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. പ്ലേ ബാക്ക് സിംഗർ ആണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അഡ്രസ്സ് മുതൽ അല്ലെങ്കിൽ ആള് പാടിയ പാട്ടുകൾ മുതൽ കിട്ടിയ അവാർഡുകൾ മുതൽ മലയാളിക്ക് കാണാപ്പാടമാണ്. അപ്പൊ കേട്ടോണ്ടിരിക്കുക കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്ന് വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി, അപ്പോൾ നമ്മൾ ഈ ചില മറുപടികളുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ മറുപടികളല്ല നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ചില ഓർമ്മകളാണ് ചോദിക്കാൻ പോകുന്നത്. വിഷു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരാളാരായിരിക്കും? പക്ഷെ എല്ലാവരും ഓർമ്മയുണ്ട്, ആരും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അച്ഛൻ, അമ്മ മുതൽ സഹോദരൻ. ഞാനൊരാളേ ഉള്ളൂ കേട്ടോ. സഹോദരൻ എന്ന് വെച്ചാൽ കസിൻസിനെ എല്ലാവരും ഓർക്കാം. കസിൻസ്, കുട്ടികളെല്ലാം അങ്ങനെ, അമ്മായിമാർ, ചിറ്റമാർ, എല്ലാവരും നമുക്ക് ആരെയും മറക്കാൻ പറ്റില്ല. എല്ലാവരും ഉണ്ടെങ്കിലേ വിഷു ഉള്ളൂ, അല്ലെങ്കിൽ എന്നാ വിഷു. ചേച്ചി, ഇനിയിപ്പോ വിഷു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന 1-2 പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ? ഒന്ന് മറ്റേ ശരസാർ ഇപ്പൊ ചെയ്തിട്ടില്ല, ഇവൻ മേഘരൂപൻ, വിഷുക്കിളി. എന്നാ രസം അത്. എന്നാ പൊന്നോ, ചിത്ര ചേച്ചി സാറും കൂടെ പാടിയത് അതുണ്ട്. മഴവിൽക്കാവടിയിലെ പാട്ടുണ്ട്, മൈനാക പൊന്മുടിയിലുണ്ട്, തോനെ പാട്ടുണ്ടല്ലേ. കണിക്കൊന്നകൾ പൂക്കുന്നു, എന്റെ കയ്യിൽ പൂത്തിരി, എന്റെ അമ്മു, അങ്ങനെ കുറെ പാട്ടുകളുണ്ടല്ലേ. എന്റെ കയ്യിൽ പൂത്തിരി എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ട് അല്ലേ, വാണിയമ്മ പാടിയത്. എനിക്ക് ശരിക്കും ഇവിടെ അറിയാൻ ഡൗട്ട് ഉണ്ട് വരികളെ. ഇപ്പൊ വിഷുക്കിളി നമ്മളെ ഇപ്പൊ ഫേവറേറ്റ്. അതിന്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ തന്നെ ആകാം നമുക്ക് അല്ലേ. തുടക്കം പാടിയില്ലെങ്കിലും അതിൻ്റെ അകത്ത് ചേച്ചിക്ക് ഏറ്റവും, അതായത് ഒയ്യോ ഇതെന്ത് രസമായിട്ട് ചിത്രാമ്മ പാടിയേക്കുന്നത് അല്ലെങ്കിൽ എത്ര രസമായിട്ട് ശരസാറ് പാടിയേക്കുന്ന പോർഷനില്ലേ, അത് പാടി നമുക്ക് ആ പാട്ടിലേക്ക് തന്നെ പോവാം. ആയിക്കോട്ടെ. മഴത്തുള്ളിമേൽ നൃത്തം ചെയ്യേ, മദം തുള്ളി നിൻ മോഹം എന്തേ പാടി, കുളിർമഞ്ഞു നീരണിയും പനി നീർപ്പൂവും അലച്ചാർത്തിലൂടണയും ഒരു നീർക്കിളിയോ, വനജോത്സ്നതൻ തോഴിയോ, സഖീതാരു നീ വിഷു കിളി കണിപ്പു കൊണ്ടുവാ, മലർക്കുടന്നയിൽ തേനുണ്ണാൻ വാ, സിന്ദൂരവും തൃച്ചാന്തും ചാർത്തണ്ടേ, പൊന്നെറ്റിയിൽ തിങ്കൾ പൂചൂടണ്ടേ, മന്ദാരങ്ങൾ തളിർക്കും താഴ്വാരും കാണേണ്ടേ, വിഷു കിളി കണിപ്പൂ കൊണ്ടുവാ, മലർക്കുടന്നയിൽ തേനുണ്ണാൻ വാ. എന്താണല്ലേ ശരത് സാറിന്റെ എന്നാ രസമല്ലേ ശരത് സാർ ചിത്രചേടാ മൊത്തത്തിലുള്ള ഭാഗങ്ങളൊക്കെ. അത് മാത്രമല്ല സാർ ആ പാട്ട്, അതായത് ഒരു എന്താ പറഞ്ഞ ഇങ്ങനെ പാട്ടിങ്ങനെ കൂട്ടിമുട്ടിച്ച് കൊണ്ടുവരുന്ന അതൊക്കെ എന്ത് രസമായിട്ടാണ് സാർ ചെയ്തിരിക്കുന്നത് അല്ലേ. അതാണ് ഏറ്റവും ഇഷ്ടം എനിക്ക്. അപ്പോ കേട്ടോണ്ടിരിക്കുക, ആ പാട്ട് തന്നെയാണ് കാതുകളിലേക്ക് എത്തുന്നത്. ഇത് വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. സേതുവാണ് കൂടെ. എൻ്റെ ഒപ്പം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ഉണ്ടാവും ഇനിയും വിശേഷങ്ങൾ അറിയിക്കാനായിട്ട്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ്. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് ഗാനകോകിലം വൈക്കം വിജയലക്ഷ്മിയാണ്. ചേച്ചി, നമ്മൾ ഈ ചിരിച്ച മറുപടികൾ പറയുന്ന വൈക്കം വിജയലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു, കോമഡി പറയുന്ന വൈക്കം വിജയലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്ന ചിരിച്ച് സംസാരിക്കുന്ന വൈക്കം വിജയലക്ഷ്മിയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഉത്തരവേ ഉള്ളൂ, എപ്പോഴെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? അത് ചെറിയ കാര്യം മതി. ആരും കൈ തന്നില്ലെങ്കിൽ ഞാൻ കൈ നീട്ടിക്കൊണ്ട് കൈ തന്നില്ലേ, എനിക്ക് പെട്ടെന്ന് തന്നെ തരാൻ പാടില്ല, ഇത്ര നാണക്കേടുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ കൈ നീട്ടും, കൈ തന്നില്ലെങ്കിൽ ഞാൻ കൈ മാറ്റും. അപ്പൊ അവര് അപ്പോഴേക്ക് പിണങ്ങിയോ, ഞാൻ കണ്ടില്ല, അപ്പൊ കൈ തരും. ചെറിയ ഒരു കാര്യത്തിനൊക്കെയാണ് പിണക്കം ഉണ്ടാവാറുള്ളൂ എന്നല്ലേ. അതെ അതെ, മുഖമൊക്കെ വീർപ്പിക്കും. ശരിക്കും എന്തുകൊണ്ടായിരിക്കും അറിയോ, എനിക്ക് തോന്നുന്നത് സ്നേഹം ആളുകളോടുള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതെ, അതായിരിക്കും. അത്രേ ഉള്ളൂ. ചേച്ചി, അതേപോലെ ഈ വിഷു സീസൺ ആണ്, അല്ലെങ്കിൽ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ എന്താണ് വിഷു എന്ന് പറയുമ്പോഴേക്കും ആരെയൊക്കെയാണ് വിളിച്ച് വിഷ് ചെയ്യാറുള്ളത്? വിഷുവിന്റെ അന്ന് ഈ ഫോൺ കോളുകൾ പുറത്തേക്ക് അത് ആർക്കൊക്കെയാണ് പൊതുവെ ഡയൽ ചെയ്യാറുള്ളത്? ദാസേട്ടൻ, ശരത് സാറ്, എം ജയേന്ദ്ര സാറ്, ഔസേപ്പച്ചൻ സാറിനും എല്ലാവരും വിളിച്ച് വിഷ് ചെയ്യും. MG അണ്ണൻ, ബിന്നി ചേച്ചി, ബിന്നി കൃഷ്ണകുമാർ, എല്ലാവരും വിഷ് ചെയ്യും കേട്ടോ, ആരും വിടത്തില്ല.
മമ്മൂക്കൊന്നും വിളിച്ചിട്ട് കിട്ടണില്ല. പക്ഷെ അല്ലെങ്കിൽ ലാലേട്ടനെയും വിളിക്കാറുണ്ട്, എടുക്കാറില്ല. പക്ഷെ ജയറാമേട്ടനെ എല്ലാവരെയും വിളിക്കും കേട്ടോ. എല്ലാവരെയും വിളിച്ച് വിഷ് ചെയ്യുക എന്നുള്ളത് വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. അതായത് എല്ലാവരോടുമുള്ള നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ ആദരവ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഒരു ആഘോഷമാണ്, അവരെയും വിളിക്കണം. അതാണ് എൻ്റെ മര്യാദ. അതെ. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. പാട്ടുകളും വിശേഷങ്ങളും അതേപോലെ സന്തോഷങ്ങളും ഒക്കെയാണ് ചേച്ചി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും വിശേഷങ്ങൾ വരുന്നുണ്ട്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് മറ്റാരുമല്ല, മലയാളികൾക്ക് ഏറെ പ്രിയമുള്ള മലയാളം, കന്നഡ, തെലുഗു, തമിഴ് ഏത് ഭാഷയിൽ പാടിയാലും ഇത് നമ്മുടെ കൊച്ചിന്റെ പാട്ടാട്ടാ എന്ന് മലയാളികൾ എപ്പോഴും പറഞ്ഞു നടക്കുന്ന വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ് എൻ്റെ കൂടെയുള്ളത്. ചേച്ചി, നമ്മൾ ഈ സംഗീത പഠനത്തെ കുറിച്ചൊന്നും ചോദിച്ചില്ല. അതെ, പഠനത്തെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് പോകുന്നത്? പ്രധാനം ശാസ്ത്രീയ സംഗീതമാണ് പ്രധാനം. അതുകൊണ്ടാണ് എല്ലാ ഗാനങ്ങളൊക്കെ പാടാൻ പറ്റുന്നതും എല്ലാ ഭാഷകളിലും പാടാൻ പറ്റുന്നതൊക്കെ. അടിസ്ഥാനം ശാസ്ത്രീയ സംഗീതമാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാസേട്ടൻ ഫോണിൽ കൂടെ പഠിപ്പിക്കും. M. ജയേന്ദ്ര സാറ്, ശരത് സാറ്, P. ഉണ്ണികൃഷ്ണൻ സാർ, കാവാലം ശ്രീകുമാർ സാറുണ്ട്. കുറേ ഗുരുക്കന്മാർ ഒത്തിരി ഉണ്ട്. G. ശ്രീരാമേട്ടൻ പഠിപ്പിക്കുന്നുണ്ട്. വിന്നി കൃഷ്ണകുമാർ, വിനി ചേച്ചി, സരസ്വതി ടീച്ചറുണ്ട്, സരസ്വതി മൂർത്തി, തിരുവനന്തപുരം. അപ്പോൾ അദ്ദേഹം ചേച്ചി പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് മാലിനി ഹരിഹരൻ, മാലിനി ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം. എൻ്റെ പൊന്നു, എല്ലാവരും ഫോണിലൂടെ ആയിരിക്കും, ഓൺലൈനിലായിരിക്കും വിളിക്കുന്നത് അല്ലേ? അല്ലാതെ തന്നെ ഫോണിൽ കൂടെ പഠിപ്പിക്കും. ഞാൻ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പെൻഡ്രൈവ് റെക്കോർഡ് ചെയ്യും, സ്പീക്കർ ഓൺ ചെയ്തു. പിന്നല്ല. അപ്പൊ ഇതിങ്ങനെ എല്ലാവരും പഠിപ്പിക്കുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ 2-3 പേരെടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? അറിയാൻ പറ്റും. സാർ പഠിപ്പിക്കുമായിരുന്നു പണ്ട്. പ്രിൻസ് രാമവർമ്മ സാർ പഠിപ്പിക്കുന്നു. ഓ, അതൊക്കെ വൻ ഭാഗ്യങ്ങളാണല്ലോ ജീവിതം. എന്റെ അമ്മോ, എന്നാ വേണമല്ലേ. അതെ ചേച്ചി, അപ്പൊ ഈ പാട്ട് പഠിക്കുന്ന കാര്യത്തോടൊപ്പം തന്നെ ചോദിക്കാനായിട്ടുള്ള വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോഴേ ചേച്ചി ഈ ഓപ്പൺ ത്രോട്ട് വളരെ കാര്യമായിട്ട് പരാമർശിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, കമൽ സാറ് സെല്ലുലോയിഡ് ചെയ്ത സമയത്ത് ഒരു ഓപ്പൺ ത്രോട്ട് ഗായികയെ നോക്കിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെയാണ് ചേച്ചിയിലേക്ക് എത്തിയുന്ന ഒരു കഥയുണ്ട്, കാറ്റില്. അപ്പോ എങ്ങനെയാണ് ചേച്ചി ഓപ്പൺ ത്രോട്ട് ഇങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്തെടുത്താണോ, അല്ലെങ്കിൽ അതായത് നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ പാട്ടെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഉള്ളതാണ്, അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ചുരുക്കണമെന്നോ അല്ലെങ്കിൽ ഇത്രയും മുഴക്കത്തിൽ പോകണമെന്നോ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ എൻ്റെ കൂടെ വരുന്നൊരു സംഗതിയാക്കി വിട്ടു പാടുന്ന രീതിയാണല്ലോ ഓപ്പൺ ത്രോട്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ എടുത്തത്? അത് അച്ഛൻ തന്നെ പണ്ട് മുതലേ എന്നെ സാധകം ചെയ്യിച്ചു, അച്ഛനും അമ്മയും. അങ്ങനെ ഓപ്പൺ ആയിട്ട് പാടി ശീലിക്കണം. പിന്നെ ചില പാട്ടുകൾ ഫോൾസ് ശ്രുതിയൊന്നും നോക്കാത്ത, നമ്മുടെ മെയിൽ ശ്രുതിയൊക്കെ ആണെങ്കിൽ പറ്റിയാണെങ്കിൽ ഫോൾസ് വോയിസിൽ പണ്ടെന്ന് വെച്ചാൽ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ പാടി അപ്പൊ സമ്മതിക്കാൻ തുടങ്ങി. ഇപ്പൊ റിയാലിറ്റി ഷോയിൽ വരെയും പിള്ളേരെ കൊണ്ട് ഫോൾസ് വോയിസ് പാടിപ്പിക്കുന്നുണ്ടല്ലേ? ഞാനും പാടിയിട്ടുണ്ട്, ടോപ്പ് സിംഗറിൽ അങ്ങനെ പാടിയത്. പക്ഷെ ശരത് സാറിന് ഇഷ്ടപ്പെട്ടു. MG സാറിനൊക്കെ അങ്ങനെ പാടണമെങ്കിൽ പാടായിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ ചെറിയ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈക്കം വിജയലക്ഷ്മിയാണ് എൻ്റെ കൂടെ ഉള്ളത്. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് ഗാനകോകിലം സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. ചേച്ചി, നമ്മൾ ഈ അവാർഡുകളെ കുറിച്ച് പറഞ്ഞു, സംഗീത പഠനത്തെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കൂടെയുള്ള മറ്റൊരാളെ കുറിച്ച് കൂടി പറയണം. അതായത് ചേച്ചി എന്നുള്ള വ്യക്തി കംപ്ലീറ്റ് ആവണമെങ്കിൽ വരേണ്ട ഒരാളുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് ഗായത്രി വീണയാണ്. അപ്പോൾ ഗായത്രി വീണയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനകത്തൊരു റെക്കോർഡുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യണം. ആയിക്കോട്ടെ. എനിക്ക് 15 വയസ്സുള്ളപ്പം എൻ്റെ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു, വിനോദ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ഒരു കളി വീണ നിർമ്മിച്ചു. അദ്ദേഹം പല സാധനങ്ങളും നിർമ്മിക്കാറുണ്ട്. അപ്പം കളി വീണ നിർമ്മിച്ചു. അതിൽ ഒരു കമ്പി ഉപയോഗിച്ച്, അതിന് ടങ്കീസായിരുന്നു, പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിച്ച് ഒരു കമ്പി പോലെ തന്നെ. അപ്പോൾ ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞു സ്പൂൺ എടുക്കാൻ പറഞ്ഞു. എനിക്കൊന്ന് വായിക്കണമെന്ന് തോന്നി. ചുമ്മാ അത് തരാമോ എന്ന് ചോദിച്ചു. വായിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാമെന്ന് പറഞ്ഞ് സ്പൂൺ കൊണ്ട് സപ്തസ്വരങ്ങൾ മുതലെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അത് അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. എൻ്റെ ഇപ്പം ഞാൻ വായിക്കുന്ന അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച ഗായത്രി വീണയാണ്. ഈ ഉപകരണത്തിന് ഗുരുദക്ഷിണ സമർപ്പിച്ചത് പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ കുന്നക്കുടി വൈദ്യനാഥ സാർ ഭാഗവതർ.
സാറ് ഗായത്രി വീണ എന്ന് പേര് നൽകി. ഇതിനാണ് 2017 6.5 മണിക്കൂർ വായിച്ച് റെക്കോർഡ് ഡോക്ടറേറ്റ് ഒക്കെ ലഭിച്ചത്. നമ്മുടെ സ്വന്തമാണ് ഗായത്രി വീണ എന്നല്ലേ? അത് പുറം ലോകവുമായിട്ട് ബന്ധവുമില്ല. ഇനിയിപ്പോൾ എന്നിലൂടെ ഉള്ള ബന്ധമാണ്, ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അല്ലേ? അതെ. അപ്പോൾ ദാസേട്ടന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അച്ഛൻ നിർമ്മിച്ച്. ദാസേട്ടൻ കണ്ടപ്പോഴേ കൊടുത്തിട്ടുണ്ട്. ദാസേട്ടൻ വായിച്ചൊക്കെ നോക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ആ ഒരു വീണയും നമ്മൾ കേട്ടിട്ടുണ്ട് പാട്ടുകളിലല്ലേ ചേച്ചി വായിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലയില് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? എങ്കിൽ പിന്നെ ആ പാട്ട് തന്നെ വരട്ടെ. ചേച്ചി ഗായത്രി വീണ വായിക്കുന്നതും ചേച്ചിയുടെ ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാം. അതിനായിട്ട് കാത്തിരിക്കൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. നടൻ സിനിമയില് ഔസേപ്പച്ചൻ സാർ മ്യൂസിക് ചെയ്ത പാട്ട് വരുന്നു. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് തിമിർത്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇവിടെ? വൈക്കം വിജയലക്ഷ്മിയാണ്. അപ്പം സേതുണ്ട്. ചേച്ചി, അപ്പോൾ നമ്മൾ കാഴ്ചയെ കുറിച്ചൊന്ന് ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാഴ്ചയുടെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കുറച്ച് നാൾ മുമ്പ് കേട്ടതാണ്. അമേരിക്കയിൽ അത് നെർവിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് മാറി. റെറ്റിനൊക്കെയാണ് തകരാറ്. അപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് B12 മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈയിടെ ശങ്കര നേത്രാലയയിൽ പോയപ്പോൾ അവർ ജനറ്റിക് ടെസ്റ്റ് വേറെ ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല, അമേരിക്ക പോലും ചെയ്തിട്ടില്ല. അപ്പം ഒരു ഭാഗ്യമില്ല, ജനറ്റിക് ടെസ്റ്റ് നടത്തിയപ്പം 3 മാസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ ഏത് റെറ്റിനയിൽ പല ജീനുകളുണ്ട്, അപ്പോൾ അത് ഏതിനാണ് തകരാറെന്ന് വെച്ചാൽ അതുകൂടി ആഡ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്, എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇപ്പോൾ? അല്ല, വെളിച്ചം മാത്രം കാണാം, അല്ലാണ്ട് ഒന്നും ആയിട്ടില്ല. വെളിച്ചം കൂടുതൽ കണ്ടു തുടങ്ങി. അപ്പോൾ എന്താ പറഞ്ഞത്, ഇങ്ങനൊരു മാറ്റം ഉണ്ടായി. അടുത്ത മാറ്റം ഉടനെ ഉണ്ടാവട്ടെ. ആ മാറ്റം വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു റോമിംഗ് കോൾ. ആരുടെ? ചേച്ചിയുടെ. അതെ, ഹായ് അത് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ചേച്ചി ഇനിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇന്നത്തെ വിഷു ദിനത്തിൽ. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഉള്ളത് ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. പക്ഷേ ഈ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ളത് വളരെ ഇഷ്ടമാണ്. ഒപ്പം തന്നെ കച്ചേരികൾ നടത്തുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വേറെ കഴിവും കൂടിയുണ്ട്, അതിനെപ്പറ്റി നമുക്ക് ചോദിക്കാം. എൻ്റെ കൂടെ ഉള്ളത് കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. ചേച്ചി, വേറൊരു കഴിവ് വേറൊന്നുമല്ല, അത് മിമിക്രിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് മിമിക്രി ഐറ്റംസ് ഒന്ന് ചെയ്യാവോ? ആയിക്കോട്ടെ. ഞാൻ എന്നെ മിമിക്രി പഠിപ്പിച്ചാരാന്നല്ലോ ശ്രീകാന്തൻ മാമൻ വൈക്കം. ശ്രീകാന്തൻ പോത്തി എന്ന് വിളിക്കുന്നു. പോത്തിയുമായി സഹവാസം വന്ന പിന്നെ മിമിക്രി ഒക്കെ, പിന്നെ കാസറ്റുകൾ പണ്ടുപോലെ കേൾക്കും. വീട്ടിലായപ്പൻ സാർ, പിന്നെ മിമിക്രി കേൾക്കണം സൈനുദ്ദീൻ സാറിൻ്റെ, മണിയണ്ണൻ, കലാപം മണിയണ്ണൻ്റെ, എല്ലാവരുടെയും കേൾക്കും. ഇപ്പോഴും ഞാൻ കേൾക്കും കേട്ടോ. മിമിക്രി, പാരഡി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, പാട്ട് മാത്രമല്ല, അതിന്റെ കൂടെ എന്തൊക്കെയാണ് ചേച്ചി നമുക്കിപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഒന്ന് ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് പെട്ടെന്ന് ചെയ്യാൻ മനസ്സിലേക്ക് വരുന്നത്? രാജൻ പി ദേവ് സാർ, നമ്മൾ മെയിലാണ് കൂടുതൽ. പിന്നെ രാജൻ പി ദേവ് സാറേ, നമ്മുടെ പട്ടണത്തിൽ ഭൂതം സിനിമ കണ്ടില്ലേ, അതിനകത്ത് പറയണതാണ്. പിന്നെ ജനാർദ്ദന സാറ് ആദ്യം ചോദിക്കും, കോരെ നിങ്ങളും? അതെ കോര തന്നെ. തന്നെ കാത്ത് എടോ കുറുപ്പേ, തന്നെ കാത്ത് കാലം കയറുമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. വെറുതെ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണോ? എടാ അങ്ങ് തീർത്തേരടാ. ചേച്ചി അതേപോലെ ചേച്ചി ഈ ചില ഡയലോഗുകൾ ചില കഥാപാത്രങ്ങൾ പറഞ്ഞാൽ, ചില പാട്ടുകൾ ചില കഥാപാത്രങ്ങൾ ചില സിനിമ നടന്മാർ നടിമാർ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള സാധനങ്ങൾ ചെയ്യാറില്ലേ? അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാവോ? ഈ പിന്നെ ഗായകൻ ഉദിത് നാരായൺ സാറിന്റെ, ഉദിത് നാരായൺ സാർ എല്ലാം എപ്പോഴും സന്തോഷമല്ലേ, എന്തുപാട് ആഹാ ആഹാ വയ്ക്കും, ഭയങ്കര സന്തോഷം വിളിക്കും. അപ്പൊ ഈ ബാലേട്ടൻ എന്നുള്ള സിനിമയിലെ പാട്ടില്ലേ ഇന്നലെ, അത് ദാസേട്ടനും ചിത്ര ചേച്ചിയൊക്കെ പാടിയിട്ടില്ലേ, നാരായൺ സാറ് പാടിയാൽ എങ്ങനെ ഇരിക്കും? പുള്ളിക്ക് ഇടയ്ക്ക് സന്തോഷമായിരിക്കും. ശോകഗാനമാണ്, ഭീകര സാഡല്ലേ ഇത്. സത്യമാണ്, അത് കേട്ടാൽ നമ്മുടെ ദിവസം പോകും. എന്നാലും അത്രയും നമ്മളെ ഓർമ്മകളിലേക്കും ആ സിനിമയിലേക്കും അല്ലെ ഒക്കെ എത്തിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ എങ്ങനെയായിരിക്കും പാടുന്നത്? അദ്ദേഹം പാടുവാണെങ്കിൽ ഇച്ചിരി ശോകം അത്രയും തോന്നുന്നില്ലല്ലേ, ഒരു ഹാപ്പി മൂഡായിരിക്കും അല്ലേ. ദൂരെ നിന്നും പെൺവെള്ളക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ ഒലിഴ ആരും തുടച്ചില്ല, ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെറിയുമ്പോ അമ്മച്ചകത്താരോ തെങ്ങി പറക്കുന്നത് അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ. ഇന്നലെ
ആഹാ 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 ആഹാ. അത് കൊള്ളാട്ടാ. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരാത്തൊരു തോട്ടാണിത്. ഇങ്ങനെ ഒരു പാട്ട് ഇപ്പൊ മുന്തിരി പാട്ടം അത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കിന്നര ഗാനം മൂളി വിളിക്കും നമ്മൾ കേട്ടോ. പക്ഷെ ഇന്നലെ എന്റെ നെഞ്ചിലെ പാടുന്ന ഉദിത് നാരായണന്റെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉദിത് ജി പാടിയൊരു പാട്ടാണ് ഇനിയിപ്പോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു കിന്നര ഗാനം തന്നെ കേൾപ്പിച്ചാലോ ചേച്ചി? അതെ, ഒരു കിന്നര ഗാനം മൂളി വിളിക്കും കുയിലിനു വേണ്ടി പാടാൻ. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്, അതിനുവേണ്ടി കേട്ടിരിക്കുക, കാത്തിരിക്കുക. സേതുവാണ് കൂടെ. നിസർഗക്ഷേത്ര 89.6 FM. ശബ്ദം കൊണ്ട് തന്നെ ആളെ മനസ്സിലായി, ഇത് വൈക്കം വിജയലക്ഷ്മിയാണ്. ഇനി എന്തിനാണ് ഞാൻ കൂടുതൽ പറയുന്നത് അല്ലേ? ആള് നമ്മളോട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. കാതുവരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. ഇന്ന് വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണിത്. സേതുവാണ് കൂടെയുള്ളത്. എന്റെ കൂടെയുള്ളത് ഗാനഗോകുലം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. ചേച്ചി, ഇപ്പോ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയണം എന്ന് ഇപ്പോഴും മനസ്സിൽ കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? അതാരൊക്കെയാണ്? പ്രധാനമായിട്ടും ദൈവം, പിന്നെ അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ, ജനങ്ങൾ എല്ലാവരും, പിന്നെ മാധ്യമ സുഹൃത്തുക്കൾ. ഈ കുഞ്ഞിക്കാലം അല്ലെങ്കിൽ കുട്ടിയായിരുന്ന വൈക്കം വിജയലക്ഷ്മി ഇപ്പൊ നന്ദി പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛനെ അമ്മേനെയൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കുട്ടിക്കാലത്തിലേക്കൊക്കെ മനസ്സ് പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന, അതായത് വീട്, അച്ഛനമ്മ എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്ന 1-2 ഇൻസിഡൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ സമ്മാനം കിട്ടിയ കഥകളായിരിക്കാം, ചിലപ്പോൾ എനിക്കന്ന് അസുഖം വന്നപ്പോൾ ഉള്ള അങ്ങനെ ചില ഓർമ്മകളായിരിക്കാം. അങ്ങനെ എന്താണ് പെട്ടെന്ന് കുഞ്ഞിക്കാലം, അച്ഛനമ്മ, കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത്? ശരിക്കും കുട്ടിക്കാലത്ത് തന്നെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അനുഗ്രഹം ലഭിച്ചു. അത് മറക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയായിരുന്നു? വൈക്കത്തമ്പലത്തിൽ വെച്ച് ആദ്യം ഗായത്രി വീണയുടെ അരങ്ങേറ്റത്തിന് ഹൃദയ സരസിലെ വായിച്ചപ്പോൾ, പിന്നെ എറണാകുളം TD ഹാളിൽ സ്വപ്നങ്ങൾ, പിന്നെ തലവലപ്പറമ്പിൽ ഔട്ട്സ്റ്റാൻഡിങ് യങ് ഇൻഡിവിജ്വൽ അവാർഡ് ലഭിച്ചപ്പോൾ വാതിൽപ്പഴുതിലൂടെ ഗാനം പാടി ഗായത്രി വീണയിൽ കാട്ടിലെ പാഴ്മൂളം വായിച്ചപ്പോഴൊക്കെ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറഞ്ഞു. സ്വാമി ഒന്ന് പറയാണ് അല്ലേ? അതെ അതെ. അത് മാത്രമല്ല, നമ്മൾ അത്രയും വലിയൊരു ലെജൻഡ് മുമ്പിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് നമുക്കൊരു ടെൻഷനും ഉണ്ടാവും അല്ലേ? അതിന്റെയൊക്കെ ഒടുവിൽ അദ്ദേഹം വരുമ്പോ ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലേ? അതെ. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. ചേച്ചി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ഇനിയും കുറച്ച് നേരം കൂടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡിങ്ങിന്റെ ഒക്കെ തിരക്കിലും കൂടിയാണ് അല്ലേ? അതാണ്. കേട്ടിരിക്കുക, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. എന്താണല്ലേ വിശേഷങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വേണം പറയാനായിട്ട്, പറയുവാണെങ്കിൽ ഇങ്ങനെ പറയണം. അതെ. അപ്പൊ എന്തായാലും അത്രയും നല്ല രസമായിട്ട് ആസ്വദിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗാനകോകിലം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ്. ചേച്ചി, ഇനിയിപ്പോ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ജീവിതത്തിൽ തേടി വന്നു. സ്റ്റേറ്റ് അവാർഡ് വന്നു, കേരളശ്രീ വന്നു, ഡോക്ടറേറ്റ് കിട്ടി. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോഴും, അതായത് കുഞ്ഞുനാൾ മുതലേ, ഞാൻ ഒരിക്കലും പറയുന്നില്ല സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ കേരളശ്രീയോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ ഒന്നും കുഞ്ഞുനാൾ മുതലേ ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അല്ലേ? അങ്ങനെ അറിയത്തില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ വന്നു, അത് കിട്ടി, സന്തോഷമായി അല്ലേ? അതെ. പക്ഷെ കുഞ്ഞിലെ മുതൽ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അത് എന്തൊക്കെയാണ്? ഇങ്ങനെ ഇളയരാജ സാറിന്റെ കൂടെ പാടണമെന്നുണ്ടായിരുന്നു. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ ദേവരാജ മാഷിന്റെ കൂടെ പാടണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചില്ല. പിന്നെ MK അർജുന മാഷിന്റെ കൂടെ പാടി. ജെറി അമൽദേവ് സാർ, M ജയേന്ദ്ര സാർ, ഔസേപ്പച്ചൻ സാർ പാടിയായിരുന്നു. പിന്നെ ഇനി വേണ്ടത് ഇളയരാജ സാറ്, ശരത് സാറ്, AR റഹ്മാൻ സാർ, വിദ്യാസാഗർജി തുടങ്ങിയവരുടെ കൂടെ പാടണം. പിന്നെ M ജയേന്ദ്ര സാറിന്റെ, ഔസേപ്പച്ചൻ സാറിന്റെ നിറയെ പാടണം. അതെ, പാടിക്കൊണ്ടേയിരിക്കണം. എന്നാലും ഇതാണ് പ്രധാനമായിട്ട്. വരട്ടെ ഒരു കോള്. AR റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനേജർ തന്നെ ഒരു കോള് വിളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജെറി അമൽദേവ് സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിരിയോ ചിരിയോ ചിരി തഞ്ചി എന്ന വിളയാട്ടം ഉലകാകയൊരുട്ടം ആണ് വിനീത് ശ്രീനിവാസ് സാർ പാടുന്നു. ഞാൻ പാടിയപ്പോ അങ്ങനെ തോന്നിയോ? അതുപോലെ നല്ല രസമുണ്ടായിരുന്നു. ആണോ? താങ്ക് യു. എന്തായാലും ചേച്ചി, ആ ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ പാടിയിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അതെ. ചിരിയോ ചിരി പുഞ്ചിരി തഞ്ചിടുന്ന വിളയാട്ടം ഉലകാകയൊരോട്ടം ഉയിരിൻ കഥയാട്ടം മരയോന്തു കണക്കുഴലാടി വന്നു നോടി അതിരമ്പുഴ ചാടി അറിയാ കര തേടി. സൂപ്പർ. അപ്പൊ നമ്മൾ ആ പാട്ടിലേക്ക് തന്നെയാണ് ഇനി പോകുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജെറി അമൽദേവ് സാറ് 20 വർഷങ്ങൾ കഴിഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്ത
ഒരു സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു അല്ലേ? കറക്റ്റ് അല്ലേ? അതെ. വർഷക്കണക്കൊക്കെ ശരിയല്ലേ? അപ്പോൾ ആ സിനിമയിലെ പാട്ട് തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നു. വിനീത് ശ്രീനിവാസനും വൈക്കം വിജയലക്ഷ്മിയും കൂടി ചേർന്ന് പാടിയ പാട്ട്. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ അവസാന ഭാഗത്തേക്ക് ഇങ്ങനെ ചാടി കടന്നെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഉള്ളത് ഗാനകോകിലം കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, സ്റ്റേറ്റ് അവാർഡ് വിന്നർ. ഇനി എന്തെങ്കിലും അതിനകത്ത് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ ചേച്ചി? ഇല്ല, ഒന്നുമില്ല. എല്ലാം ഏകദേശം എല്ലാത്തിലും ഞാൻ ടച്ച് ചെയ്തുപോയിട്ടുണ്ട്. ചോദ്യങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം നമ്മൾ അല്ലെ കുടുംബത്തെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും വിഷുവിന്റെ ഓർമ്മകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അഭിനയത്തെക്കുറിച്ചാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം. 2 സിനിമകളിൽ അഭിനയിച്ചു. ഇനി നമുക്ക് ഒരു സിനിമയിൽ പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്റെ പൊന്നോ, ഞാനില്ല, പാടി തന്നെ ജീവിച്ചോളാം. ശരിയാവത്തില്ല, ഭയങ്കര മെനക്കേടാ സാറേ. എന്താണ് അങ്ങനെ എന്തെങ്കിലും മെനക്കേടാന്ന് പെട്ടെന്ന് തോന്നാനുള്ള കാര്യം? കാരണം ഒരുപാട് പേര് നന്നായി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല റോളുകൾ ചെയ്ത്. പക്ഷെ അതുകൊണ്ടല്ല, ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിന്നെ ഒരാൾ ഹെൽപ്പ് വേണം, പാറയുടെ മുകളിൽ കയറി അങ്ങനെ ചെയ്ത് പല രീതിയിലൊക്കെ അഭിനയിക്കേണ്ടി വരും. അതെനിക്ക് പറ്റിയില്ല. അത് പിന്നെ അത് തന്നെയല്ല, പല പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ദേഷ്യം വരും. പറ്റിയല്ലോ. ഒന്നാമതിപ്പം മറ്റുള്ളവരൊക്കെ പിന്നെ കണ്ടു ചെയ്യുവാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരികയല്ലോ. ഇപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം മടുപ്പ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് തവണ റീടേക്കുകളും പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്ത സാധനം തന്നെ ഇംപ്രവൈസേഷനും ഒക്കെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം. അത്രേ ഉള്ളൂ. അപ്പൊ ദേഷ്യം മടുപ്പാവും. അതുകൊണ്ടാണ് ഞാനില്ലേ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പാടും കേട്ടോ. അമ്മയുടെ പേര് വിമല, അച്ഛൻ്റെ പേര് മുരളീധരൻ. അച്ഛനും പാടാറുണ്ട്, അമ്മയും പാടും കേട്ടോ. അറിയാം. പിന്നെ അച്ഛൻ്റെ അമ്മ പാടുമായിരുന്നു. ഞങ്ങളെല്ലാവരും സംഗീത കുടുംബം. അമ്മയുടെ അനിയത്തിമാർ, ചേച്ചി, അമ്മാവൻ എല്ലാവരും. എൻ്റെ വല്യച്ഛനും പാടുമായിരുന്നു. അടിപൊളി അല്ലെ? എനിക്ക് തോന്നുന്നു ഇത്രയും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ വളർന്നു വന്നുകൊണ്ട് തന്നെയാണ് പാട്ട് നമ്മുടെ ഒരു ശീലമായിട്ട് മാറിയത്. ശരി, തീർച്ചയായിട്ടും കേട്ടോ. ഞാൻ പാട്ടൊരു കഴിവാണോ അല്ലെങ്കിൽ പാട്ട് ഒരു ജന്മവാസനയാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് ചേച്ചിയുടെ ശീലമാണ് പാടുക എന്നുള്ളത്. അതെ അതെ, ശീലമാണ്, അങ്ങനെയാണ് പറയേണ്ടത്. അതെ, കറക്റ്റ് ആണ്. ചേച്ചി സമ്മതിച്ചു, ഞാനത് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പതുക്കെ നമ്മുടെ SK ഹോട്ട്സ്പോട്ടും ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ചേച്ചി ഒരു വിഷു ആശംസ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അറിയിക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ആവശ്യം. ആയിക്കോട്ടെ. സർഗക്ഷേത്ര 89.6 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ നേരുന്നു. ഞാൻ വൈക്കം വിജയലക്ഷ്മി. അപ്പൊ എന്തായാലും അതും കലക്കി. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് വിശേഷങ്ങളും കിട്ടി, വിഷു ആശംസയും കിട്ടി. ഇനിയിപ്പൊ എന്ത് ഇനി എന്നാ വേണോന്ന് അതാണ് ട്രേഡ് മാർക്ക് സംഗതിയാണത്. ഇനിയിപ്പോ എന്നാ വേണോന്ന്. പിന്നെ നമ്മുടെ ഇന്നസെന്റ് ചേട്ടന്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് സ്ഥിരമാണ്. ഇത് ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നേയും നമ്മൾ സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ എന്താ പറയുക, ചേച്ചിയുടെ ഒരു ട്രേഡ് മാർക്ക് സംഗതികളാണ് ഇത് രണ്ടും. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വിഷു സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് നമ്മൾ പതിയെ വൈൻഡപ്പ് ചെയ്യുന്നു. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ്. അതിനേക്കാൾ കൂടുതൽ പാട്ടുകളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ടുകൾ വിശേഷണം വെച്ച് പറയുകയാണെങ്കിൽ സ്വപ്നസുന്ദരി അല്ലേ, മലയാളത്തിന്റെ സ്വപ്നസുന്ദരിയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിച്ചത്. ഗാനകോകിലം കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു. എനിക്ക് സന്തോഷമായി. കാതോർത്തിരിക്കുക, ഒരുപാട് പരിപാടികൾ ഇനിയും സംഭവിക്കുന്നുണ്ട്. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.